സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ കൊമ്പുകോർത്തും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ധനമന്ത്രി ശ്രമിക്കുന്നതെന്നും നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തെ കുറ്റം പറയാനാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതെന്നും സംസ്ഥാനത്ത് ട്രഷറി നിലയ്ക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്നും ധനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ഇന്ന് നിയമസഭയിൽ എന്താണ് സംഭവിച്ചത്? വലിയ വാക്പോരുകളൊക്കെ തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം ആവശ്യമായ പണം കേരളത്തിന് നൽകുന്നില്ല എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥിരമായ വാദം അവർ സഭയിൽ ഉന്നയിക്കാൻ വേണ്ടി തന്നെ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. റോജി എം ജോണാണ് രാവിലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയത്. അപ്പോൾ തന്നെ അത് അനുമതി നൽകാം, ഉച്ച കഴിഞ്ഞ് 1 മണി മുതൽ 2-3 മണി വരെ 2 മണിക്കൂർ ഇത് വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് തന്നെ സർക്കാർ ഒരു നിലപാടെടുത്തു. ചിരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ അതിനെ സ്വാഗതം ചെയ്തത്. പക്ഷേ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. റോജി ഈ സഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനപ്പെട്ടമായി പറഞ്ഞത് സർക്കാരിന്റെ അമിതമായ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ് പ്രധാനമായും ഈ കാര്യത്തിന്, അതായത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായത് എന്നതായിരുന്നു പറഞ്ഞത്. അതിനു പിന്നാലെ വന്ന പ്രതിപക്ഷ നേതാവ് നികുതി വെട്ടിപ്പിന്റെ പറുദീസയായി കേരളം മാറി, സ്വർണത്തിന്റെയും അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റുകളുടെയും ഒക്കെ തന്നെ നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ GST വകുപ്പ് കേരളത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. നികുതി പിരിച്ചെടുക്കുന്നതിന് പകരം സ്പോൺസർഷിപ്പുകൾ പിരിക്കുന്നതിലേക്കാണ് GST വകുപ്പിനെ കേരള സർക്കാർ ഉപയോഗിക്കുന്നതെന്ന വിമർശനം കൂടി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. അതിനു പിന്നാലെ മറുപടി പ്രസംഗത്തിലായി എണീറ്റ ധനമന്ത്രി പക്ഷേ സ്ഥിരമായ രാഷ്ട്രീയ പല്ലവികൾ മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന് പൂർണ്ണമായി ഒരു വാക്കുപോലും പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഒരു പ്രസംഗം എന്നതാണ് സഭയിൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്. എന്തായാലും മറുപടി പ്രസംഗത്തിനു ശേഷം സ്പീക്കർ പ്രമേയം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും കേന്ദ്രമാണ് ഇത്തരത്തിൽ നികുതി വെട്ടിക്കുറയ്ക്കുന്നതെന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിസന്ധിയുടെ പഴി കേന്ദ്രത്തിന് മേൽ കെട്ടിവെക്കാനാണ് ധനമന്ത്രിയൊപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെ ശ്രമിക്കുന്നത്. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.